വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ ലേറ്റായിട്ട് എണീറ്റത് 7:30 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു 7:30 എണീക്കാറുണ്ട്. അപ്പോൾ വീണ്ടും ഉറങ്ങാൻ തോന്നായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഷോപ്പിക്കൊക്കെ പോയി ഇനി കുറേ കഴിഞ്ഞ് അമ്മയും പോകും, അപ്പോൾ കൂടെ അനിയനും പോകും. അവനോട് ഇരിക്കാറില്ല. 4 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ, അപ്പോൾ എങ്ങോട്ടും പോകാൻ തോന്നില്ല, ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറാണ്. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയൊരു ചമ്മന്തി ഉണ്ട്, അപ്പോൾ അതും കൂട്ടി കഴിക്കും. പിന്നെ പുറത്തേക്ക് പോകാൻ ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ഷോക്കാണ്, ആകെ നനഞ്ഞ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ രാവിലെ തന്നെ പാലാട്ട കുടിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത്, അമ്മ വന്നപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പൗഡറായിരുന്നു. ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് ബദാമിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്കാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 2-3 സ്പൂൺ കലക്കിയിട്ട് വേണം കുടിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ ഡ്രിങ്ക് ഇതാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു ബദാമിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഇത്തിരി കട്ടിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ഒരു ഗ്ലാസ് ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചായ, അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. എനിക്ക് ദോശയുടെ കൂടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി ഉണ്ട് സാമ്പാർ. അപ്പോൾ അതും ചമ്മന്തിയും കൂടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം സാമ്പാർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഇവിടെ 8 മണിയാകുമ്പോഴത്തേനും രാവിലത്തെ കഴിക്കാറൊക്കെ കഴിഞ്ഞ് പിന്നെ മേശൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടിച്ചു വരാനായിട്ട് നിന്നു. അപ്പം അനിയനൊന്നും പോയിട്ടില്ല കേട്ടോ. ഇന്ന് അവന് മടിയായിട്ട് അവൻ പോയില്ല അമ്മയുടെ കൂടെ. അപ്പോൾ രാവിലെ തന്നെ അടിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ മണ്ണും കൂടി ഇങ്ങനെ ചവിട്ടി കയറി നടക്കേണ്ടി വരും. ഒന്നാമത് മഴക്കാലമാകാൻ കൊണ്ട് പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ നമുക്കിന്നൊരു സ്കിൻ കെയർ ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ചെറിയ മുട്ടും പിന്നെ അതുപോലെ ഗ്ലിസറിനുമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ഫേസിൽ. ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ അത് കൂടുതൽ നല്ലത്. അപ്പം നന്നായിട്ട് ഓയിലായിട്ട് നിൽക്കും ഫേസൊക്കെ. അപ്പം ഞാനിത് മുന്നത്തെ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഓയിൽ, അതായത് എന്താ ഫേസ് ആകെ ഒട്ടണ പോലെയാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സ്കിന്നിൽ ഇതായിക്കോളും. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒട്ടലും ഇല്ലാണ്ട് ഇതായപ്പോൾ ഞാൻ നൈസാണ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവും കേട്ടോ. ഇത് നന്നായിട്ട് ഇത് സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ് തന്നെയാണ് കേട്ടോ. മേക്കപ്പ് ഒന്നുമില്ല, കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരു ലിപ് ബാം ഇട്ട് അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാറില്ല വീട്ടിലിരിക്കുമ്പോൾ ഒന്നും. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് പിന്നീട് സൺസ്ക്രീൻ മാത്രമാണ്, മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇടാറില്ല. എൻ്റെ ഫേസിന് പറ്റില്ല, അത് കാരണം കൊണ്ട്. നാളെ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ, പിന്നെ മഴക്കാലമാണ്, അപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ഫുൾ ഡേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം സമയം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ കഴിഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണതിനെ കൊണ്ട്. ഞാൻ നേരത്തെ വിളിച്ചത്, അല്ലെങ്കിൽ ഒരു 12 മണി 11:30 ആ നേരത്തൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്കൊക്കെ ആവും കുളിക്കുമ്പോൾ. മഴയാകാൻ ഭയങ്കര മടിയാണ് കുളിക്കാൻ. ചിലർ പറയാറുണ്ട് ഈ സ്പെക്സ് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെക്സിൻ്റെ ഭംഗി മാത്രമല്ലല്ലോ, നമുക്ക് കാഴ്ചയ്ക്കും കൂടി വേണ്ടിയിട്ടല്ലേ. കുളിയും അലക്കമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഷോർട്സിന് വേണ്ടിയിട്ട്. ഷോർട്സ് ഞാൻ ഡെയിലി എടുക്കാറാണ് പതിവ്. പിന്നെ ലോങ് വീഡിയോസ് ആണെങ്കിൽ അത് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സന്ധ്യ നേരമായിട്ടാണ്, സന്ധ്യ അല്ല 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. കട്ടന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് 3 കഴിച്ചു. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ചക്ക പൊളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ കരിഞ്ഞ് ഇപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ എത്തിയിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം കാച്ചാൻ. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.